പിന്നെ താരനുമായിട്ട് കൗമാരക്കാരെ കുറേ പേര് വരാറുണ്ട്. താരൻ ഒരു പ്രശ്നമായിട്ട്. അപ്പോൾ മുടി കൊഴിച്ചിൽ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും പ്രശ്നക്കാരായിട്ടുള്ള അസുഖം. സർ, ഈ മുടി കൊഴിച്ചിലെന്ന് പറയുന്നു, സാധാരണ ആളുകൾ കുളിക്കുമ്പോൾ 1 or 2 മുടി കൊഴിയാറുണ്ട്, ചിലപ്പോൾ അത് വർദ്ധിക്കാറുമുണ്ട്. ഏതൊരവസ്ഥയിലാണ് ഞാനിതൊരു മുടി കൊഴിച്ചിലാണെന്ന് പറയുക ഡോക്ടർ? അത് ഇപ്പം നമ്പർ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ തെറ്റും. കാരണം ഡെർമറ്റോളജിസ്റ്റ് പറയാറുണ്ട് ചിലപ്പോൾ 50 മുടി അല്ലെങ്കിൽ 100 മുടി വരെ ഒരു ദിവസം പോകുന്നത് നോർമലാണെന്ന്. അത് കറക്റ്റാണ്. പക്ഷേ വർഷങ്ങളായിട്ട് ഒരാൾക്കൊരു 5 മുടി ഒരു ദിവസം പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു 50 മുടി അല്ലെങ്കിൽ ഒരു 100 മുടി ദിവസം പോവുകയാണെങ്കിൽ അതും അബ്നോർമലാണ്. അതും ഒരു വാർണിംഗ് സൈനാണ്. അപ്പം അങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ഒരു 2 ആഴ്ച കൂടുതൽ സാധാരണ പൊഴിയുന്നതിനെക്കാട്ടും കൂടുതൽ മുടി പൊഴിയുകയാണെങ്കിൽ അതിന് ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും. സർ, ഈ മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് സർ? മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ടോപ്പിക്കാണ് ആക്ച്വലി. നമ്മൾ കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ നമ്മളോട് പറയും, ഡോക്ടർ എനിക്ക് മുടി കൊഴിച്ചിലും കൊണ്ടുണ്ട്, അതിനെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു ഒറ്റമൂലി നമുക്കില്ല മുടി കൊഴിച്ചിലിന്. കാരണം മുടി കൊഴിച്ചിലിന് കാരണങ്ങൾ അനവധിയാണ്. അപ്പോൾ മുടി കൊഴിച്ചിലിന് നമ്മൾ മെയിനായിട്ട് സ്കാറിങ് അല്ലെങ്കിൽ നോൺ സ്കാറിങ് അലോപേഷ്യ എന്ന് പറയും. നോൺ സ്കാറിങ്ങിൽ തന്നെയുണ്ട് നമുക്ക് എല്ലായിടത്തു നിന്നും പോകുന്ന മുടി കൊഴിച്ചിൽ, അതിനെ ഡിഫ്യൂസ് ഹെയർ ഫോൾ എന്ന് പറയും. ലോക്കലൈസ്ഡ് ആയിട്ട് ചില സ്ഥലത്തു നിന്ന് മാത്രം പോകുന്ന മുടി കൊഴിച്ചിൽ, അതിൽ അലോപേഷ്യ ഏരിയയായിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുടി പൊഴിയുന്ന അസുഖങ്ങളുണ്ട്. പിന്നെ കഷണ്ടി. ഇപ്പോൾ ലോകത്തിൽ മുടി കൊഴിച്ചിലിൻ്റെ ഏറ്റവും കോമൺ കാരണം കഷണ്ടിയാണ്, അതായത് ജെനറ്റിക് ഹെയർ ഫോൾ. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ്. അപ്പം മുടി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. നമ്മൾ എത്രത്തോളം ആരോഗ്യവാനാണെന്ന് മുടി കാണിക്കുന്നു. അപ്പം നമുക്ക് ക്രോണിക് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് മുടിയെയും ബാധിക്കും. അപ്പോൾ രക്തക്കുറവ്, ക്രോണിക് ഇൽനെസ്സസ്, തൈറോയിഡ്, ഇതുപോലത്തെ അസുഖങ്ങളും നമ്മളെ മുടി കൊഴിച്ചിലുണ്ടാക്കാവുന്നതാണ്. ഫെബ്രൈൽ ഇൽനെസ്, അതായത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു പനി വന്നു കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയുമ്പം സിവിയറായിട്ട് മുടി പൊഴിയാവുന്നതാണ്. ഈവൻ ഡെലിവറി കഴിഞ്ഞിട്ട്, ഗർഭിണികളുടെ ഡെലിവറി കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നതായിട്ട് കാണാം. അബോർഷൻ കഴിഞ്ഞിട്ട് മുടി പൊഴിയുന്നതായിട്ട് കാണാം. അപ്പോൾ മുടി കൊഴിച്ചിലിന് കാരണങ്ങൾ അനവധിയാണ്. അപ്പോൾ അതിനായിട്ടൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ചിട്ട് അത് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം എല്ലാ അസുഖത്തിനും ഒരു ഒറ്റമൂലി എന്നില്ല. താരനും മുടി കൊഴിച്ചിൽ പറഞ്ഞതുപോലെ തന്നെ താരനും അനവധി കാരണങ്ങളുണ്ട്. ഇപ്പം ഇതിനും എൻ്റെ പേഷ്യൻസ് പലരും റൂമിൽ കൺസൾട്ടേഷന് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ മകൾക്ക് താരനുണ്ട് ഡോക്ടർ, അതിനൊരു മരുന്ന് തരാമോ എന്ന് പറയും. എൻ്റെ മകന് താരനുണ്ട്. പക്ഷെ അതും അങ്ങനെ മരുന്ന് കൊടുക്കുന്ന ഒരു കണ്ടീഷൻ അല്ല. അപ്പം താരനും കാരണങ്ങളുണ്ട്. അപ്പം വളരെ ചെറുപ്പത്തിൽ കുഞ്ഞു പിള്ളേർക്ക് താരൻ കാണാം. അത് ചിലപ്പോൾ കരപ്പൻ്റെ അല്ലെങ്കിൽ എറ്റോപ്പിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഒരു വകഭേദമാകാം. ചിലപ്പം കുഞ്ഞു പിള്ളേർക്ക് വരുന്ന താരൻ തലയിലെ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റം ആയിരിക്കും, അല്ലാതെ ടീനിയ കാപ്പിറ്റിസ് അല്ലെങ്കിൽ തലയിലെ ഫംഗൽ ഇൻഫെക്ഷൻ. പ്രായക്കാർക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന താരൻ യൂഷ്വലി ഒരു ഈസ്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിനെ പിട്രിയാസിസ് കാപ്പിറ്റിസ് അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അതാണ് വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന താരൻ. പിന്നെ വളരെ മുതിർന്നവർക്കും താരൻ കാണാം. ഡ്രൈനെസ്സും ഉണ്ട്, സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ്സും കൊണ്ട് താരൻ കാണാം. അപ്പം ഇങ്ങനെ താരന് പല പല കാരണങ്ങളുണ്ട്. അപ്പം അതിനും ഒരു കാണാതെ മരുന്ന് കൊടുക്കുന്നത് ശരിയല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നന്നായിട്ട് എക്സാമിൻ ചെയ്ത്, തലമുടിയും തലയോട്ടി എക്സാമിൻ ചെയ്ത് മറ്റുള്ള കണ്ടീഷൻസ്, ഇപ്പം കരപ്പൻ എറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ മറ്റുള്ള അസുഖങ്ങളുണ്ടോ എന്ന് നോക്കി ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സർ, ഈ മുടി കൊഴിച്ചിലും ഭക്ഷണ ക്രമീകരണവും തമ്മിൽ എന്തെങ്കിലും ഉണ്ട്? ഇപ്പം മുടി കൊഴിച്ചിൽ ഞാൻ പറഞ്ഞു ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം നമ്മുടെ ആരോഗ്യം ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നനുസരിച്ചാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുടി കൊഴിച്ചിലിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുടിയുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് മുടിക്കും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ രക്തക്കുറവ് ഞാൻ പറഞ്ഞു, രക്തക്കുറവ് മുടി കൊഴിച്ചിലിൻ്റെ വളരെ കോമൺ ഒരു കാരണമാണ്. ഇന്ത്യയിൽ ഡിഫ്യൂസ് ആയിട്ട് തലയിൽ നിന്ന് ഉടനീളം പോകുന്ന, അതായത് ലോക്കലൈസ്ഡ് അല്ലാതെ എല്ലായിടത്തു നിന്നും പോകുന്ന മുടി കൊഴിച്ചിലിൻ്റെ ഏറ്റവും കോമൺ കാരണം ഇന്ത്യയിൽ രക്തക്കുറവ് തന്നെയാണ്. അപ്പം രക്തം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ഡയറ്റുകളുണ്ട്. ഇപ്പം
പച്ചക്കറികൾ, ഇലക്കറികൾ, ഇപ്പോൾ ചീര, മുരിങ്ങയ്ക്ക, രാഗി, ശർക്കര, പിന്നെ മാംസാഹാരം, ഇവയെല്ലാം രക്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഡയറ്റാണ്. ഇപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും വളരെയധികം ഒരു അസോസിയേഷനായിട്ട് കണ്ടുവരുന്നുണ്ട് മുടി കൊഴിച്ചിലിന്. വൈറ്റമിൻ ഡി നമുക്ക് പാലിലും മുട്ടയിലും ഈവൻ കുറച്ച് വെയിൽ കൊണ്ടാലും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ബാലൻസ് ഡയറ്റ് വളരെ അത്യാവശ്യമാണ്. ഇപ്പം ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മുടി കൊഴിച്ചിൽ കാണുന്നുണ്ട്. ഇപ്പം ബോഡി ബിൽഡേഴ്സ്, ഇപ്പം ഈ അടുത്ത് എനിക്കൊരു പേഷ്യൻ്റ് വന്നിരുന്നു. ആൾ ബോഡി ബിൽഡറാണ്, വേറെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ്, പക്ഷെ ഡിഫ്യൂസായിട്ട് മുടി കൊഴിച്ചിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുള്ളി ഒരു 10-15 മുട്ട ഒരു ദിവസം കഴിക്കുന്നുണ്ട്. അത് പുഴുങ്ങാതെ അല്ലെങ്കിൽ കുക്ക് ചെയ്യാതെ ആണ് മുട്ട കഴിക്കുന്നത്. ഉടച്ച് അപ്പം തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുട്ടയിൽ ഹിറുഡിൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥമുണ്ട്. അപ്പോൾ ഹിറുഡിൻ എന്ന് പറഞ്ഞ പദാർത്ഥം എന്ത് ചെയ്യുന്നു? ബയോട്ടിനെ അബ്സോർബ് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ വയറിൽ നിന്ന് ഉള്ള ബയോട്ടിൻ മറ്റുള്ള ഭക്ഷണത്തിൻ്റെ ബയോട്ടിനും കൂടെ രക്തത്തിൽ കയറാതെ ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി വന്നു. സാധാരണക്കാർക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി കുറവാണ്, പക്ഷേ പുള്ളിക്ക് അത് വന്നതുകൊണ്ട് അതുകൊണ്ടും മുടി കൊഴിച്ചിലുണ്ടായി. അപ്പോൾ ഇങ്ങനെ മൾട്ടി വൈറ്റമിൻ്റെ കുറവ് മൂലം മുടി കൊഴിച്ചിലുണ്ടാകും. അത് കാരണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് വളരെ അത്യാവശ്യമാണ്. അതിൽ മാംസം എന്നില്ല, പച്ചക്കറി എന്നില്ല, എല്ലാം വേണം. ഫ്രൂട്ട്സ് വേണം, പച്ചക്കറികൾ വേണം, മാംസാഹാരം വേണം, പ്രോട്ടീൻ റിച്ച് ഫുഡ് വേണം. എല്ലാത്തിൻ്റെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് മുടിയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യം. നമ്മൾ താരനെ കുറിച്ച് സംസാരിച്ചല്ലോ ഡോക്ടർ. നമ്മൾ പറയാറുണ്ട് താരനുള്ള ഒരാളുടെ ചീപ്പ്, തോർത്ത്, പില്ലോ കവർ നമ്മൾ മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതിൻ്റെതായ എന്തെങ്കിലും അതിൽ ചെറിയ കാര്യമുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ താരന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ടീനിയ കാപ്പൈറ്റിസ് മൂലം താരനുണ്ടാകും. അപ്പോൾ ടീനിയ കാപ്പൈറ്റിസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ നമ്മൾ തോർത്ത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ചീപ്പ് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പകരാം. പിന്നെ പിട്രിയാസിസ് കാപ്പിറ്റിസ് അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഞാൻ പറഞ്ഞ ഒരു ഈസ്റ്റ് കൊണ്ടാണ് വരുന്നതെന്ന്. അതും ഒരു പരിധിവരെ ചീപ്പ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പകരാവുന്നതാണ്. മറ്റുള്ള താരൻ ചീപ്പ് ഷെയർ ചെയ്തുകൊണ്ട് യൂഷ്വലി പകരാറില്ല. പക്ഷേ എന്നാലും ഈ താരനെ പറ്റി മാത്രമല്ല മറ്റുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാനും എന്തും കൊണ്ടും നമ്മുടെ ചീപ്പും നമ്മുടെ സോപ്പ് നമ്മുടെ തോർത്തൊക്കെ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. താരൻ കൊണ്ട് മാത്രമല്ല മറ്റുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാനും അത് നല്ലതാണ്. അപ്പോൾ ഫോമൈറ്റ്സ് എന്ന് പറയും നമ്മൾ ഈ തോർത്ത്, സോപ്പ്, ചീപ്പ്, അതെല്ലാം ഓരോ ഇൻഡിവിജ്വലിനും സെപ്പറേറ്റ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. സർ, നമ്മൾ ഈ ടീനേജേഴ്സ് കഴിയുമ്പോഴും കോളേജ് കാലഘട്ടത്തിലും പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഈ ഹെയർ സ്ട്രൈറ്റനിങ്, ഹെയർ കളറിങ് മുതലായവ വളരെയേറെ പരീക്ഷിക്കാറുണ്ട്. അതിനുശേഷം കുറച്ച് കാലഘട്ടം നമ്മളൊരു ഓഫീസിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ മുടി വളരെയധികം റിയാക്ട് ചെയ്ത് കൊഴിയുന്നതായിട്ടും നരയ്ക്കുന്നതായിട്ടും ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. സർ, ഈ ഹെയർ സ്ട്രൈറ്റനിങ്, ഹെയർ സ്മൂത്തനിങ്, ഹെയർ കളറിങ് അതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങളൊന്ന് പറഞ്ഞു തരാമോ? ഇപ്പോൾ ഹെയർ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ് അതിന് പല പേരുകൾ കൊടുക്കാറുണ്ട്. ഇത് പാർലറിൽ പോകുമ്പോൾ അവർ പറയും ഇത് സ്ട്രെയിറ്റനിങ് അല്ല, ഇത് സ്മൂത്തനിങ് ആണ്, അല്ലെങ്കിൽ ഇതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ്, ഇത് ബ്രസീലിയൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതെല്ലാം പല പേരുകളാണ് സെയിം പ്രൊസീജിയറിന്. അപ്പം ആസ് എ ഡെർമറ്റോളജിസ്റ്റ് സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്ങിന് ഞാൻ വളരെയധികം എതിരാണ്. കാരണം നമ്മുടെ നോർമൽ ടെക്സ്ചറിനെ നശിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇപ്പോൾ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്ങിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൽക്കലി വെച്ചിട്ട് മുടിയുടെ ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് പറയും, ഹൈഡ്രജൻ സൾഫൈഡ് ബോണ്ട്, ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ചൂട് അയൺ വെച്ചിട്ട് അതിനെ സ്മൂത്ത് ആക്കുക ചെയ്യുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ മുടിയെ കെമിക്കലിയും ഫിസിക്കലിയും കരിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ് സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ്. അപ്പം ഇതിന് ഡെഫിനറ്റ്ലി മുടിയെ ബാധിക്കും, മുടിയുടെ ടെക്സ്ചറിനെ ബാധിക്കും. കെമിക്കലി ഫിസിക്കലി കരിക്കുമ്പോൾ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാം, ഒടിഞ്ഞൊടിഞ്ഞു പോവാം. പുതിയ നോർമൽ ഹെയർ വരുമ്പോൾ അതിൻ്റെ ജംഗ്ഷനിൽ